സോ ഇന്നത്തെ FA കപ്പ് നേട്ടത്തിന് ശേഷം മാൻ സിറ്റിക്ക് ഈ സീസണിൽ 2 ട്രോഫീസ് ആയിട്ടുണ്ട്, FA കപ്പും കർബാവോ കപ്പും. ആൻഡ് ദേ സ്റ്റിൽ ഹാവ് എ ചാൻസ് ഫോർ ദി തേർഡ് വൺ. അതായത് പ്രീമിയർ ലീഗ് കളിക്കാനുള്ള ക്ലിയർ ചാൻസ് ഇപ്പോഴും ഉണ്ട് അവരുടെ അടുത്ത്. നല്ല ഇഞ്ച് പോരാട്ടം തന്നെയാണ് പ്രീമിയർ ലീഗിൽ ഇപ്പോഴും നടന്നുകൊടുക്കുന്നത്. മേ ബി ലാസ്റ്റ് ഡേ വരെ അത് പോയേക്കാം. ആൻഡ് സ്റ്റിൽ അഡ്വാൻറ്റേജ് ആഴ്സണലിൻ്റെ അടുത്ത് തന്നെയാണ്. മാൻ സിറ്റി ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു കംബാക്ക് തന്നെ ആയിരിക്കും. കാരണം പോയിൻസിൻ്റെ അഡ്വാൻറ്റേജ്, പിന്നെ എതിർ ടീമിൻ്റെ അതായത് റിലേറ്റീവ്ലി ഈസിയർ ടീംസാണ് ആഴ്സണലിന് ഇനി കളിക്കാനുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ഞാൻ പിന്നെ കുറേ റൂമേഴ്സൊക്കെ കേട്ടു. അതായത് ഗോർഡിയോള ചിലപ്പോൾ ഈ സീസൺ കഴിയുമ്പോഴത്തേന് വിടുന്നൊക്കെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരൻ്റെ ഫെയർവെല്ലാണെന്നൊക്കെ പറഞ്ഞിട്ട്, ഫെയർവെല്ലിൻ്റെ വീഡിയോസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്, ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അത് എന്തൊക്കെയാണ് ഉണ്ടായി. എന്തായാലും ഐ ഡു തിങ്ക് ബെർണാർഡോ സിൽവ പോവും. പിന്നെ ചാൻസ് ഉണ്ട് ഗോർഡിയോള ലീവ് ചെയ്യാനുള്ള. പക്ഷേ ഇമാജിൻ ഗോർഡിയോള ലീവിങ് വിത്ത് എ ട്രിബിൾ. ദാറ്റ്സ് ദ ഡ്രീം ബ്രോ. അതായത് ഒരു ട്രിബിൾ നേടിയിട്ട് സീസൺ, അതായത് ടീമിൽ നിന്ന് വിട്ടു പോകാന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും മികച്ചൊരു എൻഡിങ് കിട്ടാനില്ല. ബട്ട് സ്റ്റിൽ ഐ ഡു തിങ്ക് ആഴ്സണൽ ആർ ദ ഫേവറേറ്റ്സ് ടു വിൻ ദ പ്രീമിയർ ലീഗ്. എന്തായാലും കണ്ടറിയണം. ലെറ്റ് മീ നോ യുവർ ഒപ്പീനിയൻ ഇൻ ദ കമൻറ്റ്സ്.